ഒന്നാമത്തെ കാരണം മലയാളികളെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം നരേന്ദ്ര ചേട്ടൻ്റെ കയ്യിൽ സേഫ് ആണെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ആ ദിവസം പോയി കഥ പറഞ്ഞ് തുടങ്ങി ഒരു 2 സീൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ എന്തോ ഒരു പെർട്ടിക്കുലർ സീൻ ഇങ്ങനെ പുള്ളി മിററിൽ നോക്കിയിട്ട് പുള്ളിയോട് തന്നെ സംസാരിക്കുന്ന ഒരു സീൻ ഇങ്ങനെയാണ് ഇയാളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി അറിയാതെ അത് പുള്ളിയുടെ മുഖത്ത് വന്നു എങ്ങനെ സംസാരിക്കാം പുള്ളിയൊക്കെ ഇങ്ങനെ വളയാൻ കഴിയും. അപ്പോ സെറ്റ്. രാവിലെ ഈ പ്രസ് മീറ്റിന് എത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് ബിപിൻ കൃഷ്ണ. എൻ്റെ മുമ്പത്തെ ചിത്രം 21 grams ആയിരുന്നു. ഇപ്പോൾ സാഹസം എന്ന ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞാൻ വളരെ 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 ഹാപ്പിയാണ്. കാരണം ഡയറക്റ്റ്ലി തിയേറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കി ഞങ്ങൾ എന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്, ലൈക്ക് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കണം ഈ സിനിമ എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് ആളുകൾ ചിരിക്കുന്നു, എൻ്റർടൈൻഡ് ആവുന്നു, ഹാപ്പി ആവുന്നു. വളരെ സന്തോഷം. ബാക്കി ഞാൻ എല്ലാവർക്കും ഒന്ന് റൗണ്ട് സംസാരിക്കാൻ കൊടുക്കാം, എന്നിട്ട് കൂടുതൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അഫ്കോഴ്സ് നിങ്ങളെല്ലാവരും മീറ്റ് ചെയ്ത് നമ്മൾ പരസ്പരം നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണമല്ലോ. സോ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളെപ്പോഴും പ്രസ് മീറ്റിൻ്റെ ഒരു റീസണിങ്ങും അത് തന്നെയാണ്. എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ നല്ലൊരു പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ അതിന് ഇപ്പം ഞങ്ങൾക്കിവിടെ വേണ്ടത് ഓഫ്കോഴ്സ് ജനങ്ങൾ തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്പർ ഓഫ് ബുക്കിങ്സ് കൂടുന്നു, പോസിറ്റീവ് ടോക്ക് വരുന്നു, തിയേറ്ററിലുള്ളൊരു ഓളമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് വരുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ പ്രസൻറ്റ്, ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസിലും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് ദിസ് വിൽ വിൻ, ദിസ് ഇസ് വിന്നിങ്. അത് ഇനിയും കുറച്ചും കൂടിയും റീച്ചിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പടം കണ്ടവർക്കെല്ലാം പടം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുകയായിരുന്നു, ഈ കൂലി വരാൻ പോവാണ്. കൂലി റിലീസാവുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം. അല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാണ്ട് ഒന്നുമല്ല. ഇതും നമ്മൾ അതിജീവിക്കും. അതെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പസ്, നമുക്കറിയാം. സോ ഇനി അടുത്ത ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇന്നിവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവർക്കും, മീഡിയയിലുള്ള എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഫുള്ളാണ്, വീക്കെൻഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പടുതയാ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ ഓഗസ്റ്റ് 8-ാം തീയതി സാഹസം വരുന്നു, ഏത് മൂഡ് സാഹസം മൂടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പ്രേക്ഷകർ നല്ല സ്വീകാര്യതയാണ് തരുന്നത്. അത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഷോ കഴിയുന്തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു, നല്ല ഫണ്ണായിരുന്നു, ഞങ്ങൾ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്സ് കിട്ടുമ്പം നമ്മളും ഭയങ്കര ചാർജ്ഡ് ആവും. ഓക്കെ,
അങ്ങനെ നമ്മളൊരു നേരത്തെ നരേന്ദ്രൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് അത് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണ് തോന്നുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക്, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച. സിനിമയിൽ ഒരു വെള്ളിയാഴ്ച വരുന്ന ജീവിതം മാറ്റം എന്നാണല്ലോ പറയുന്നത്. അപ്പം ഞങ്ങളുടെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 8-നായിരുന്നു. അത് ഞങ്ങളുടേതായിട്ടുള്ള വെള്ളിയാഴ്ച ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ. അതെ, എങ്ങനെയും പിടിച്ചു കയറുന്നു. അപ്പൊ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കാതിരിക്കുക. നിങ്ങളുടെ ഞായറാഴ്ചത്തെ പ്ലാനിൽ അല്ലെങ്കിൽ ഈ ആഴ്ച ഒരു പടം കണ്ടേക്കാം എന്നൊരു മൂടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാഹസത്തിന് വരിക. നിങ്ങൾ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ സിനിമ സ്വപ്നം കണ്ട ഒരു കൂട്ടം ആൾക്കാരുടെ വെള്ളിയാഴ്ച ആക്കി മാറ്റുക. എങ്ങനെയും ഒന്ന് പിടിച്ചു കയറുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് തലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം കൂടെ എടുത്തു പറയണം. കാര്യം നമ്മുടെ സിനിമ ഒരുപാട് കുട്ടികൾ വന്ന് കാണുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് നമ്മളിതിനകത്തില് അവർക്ക് അല്ലെങ്കിൽ അവർ കണ്ട് പഠിക്കരുതെന്ന് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിതിനകത്തില് ഡ്രിങ്ക്സിന്റെയും സ്മോക്കിങ്ങിന്റെയും വേപ്പിങ്ങിന്റെയും ഒക്കെ സീൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടിട്ടായും പിന്നെ അത് വലിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. പിന്നെ അതിനകത്തിൽ ഞാൻ റോണി വലിക്കുന്നത് അവനൊരു അലവരാതിയാണ് അതിനകത്ത്, അതുകൊണ്ട് വലിക്കുന്നതാണ്. അപ്പം നിങ്ങളിത് കണ്ട് കുട്ടികൾ നിങ്ങളിത് കണ്ട് ശീലിക്കരുത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. എന്നിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുട്ടികളല്ല കേട്ടോ, മുതിർന്നവർ, ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക. ഞങ്ങളുടെ ഈ സാഹസം ഒരു വലിയ സാഹസമാക്കി മാറ്റുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓവർ ടു ശബരീഷ് പ്രഭു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെയൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ പറഞ്ഞതിൻ്റെ ഒപ്പമൊക്കെ തുന്നിച്ചേർക്കാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വനിതാ വനിതയിൽ കണ്ടു പ്രേക്ഷകരുടെ ഒപ്പം. പിന്നെ ലുലു മാൾ PVR കണ്ടു, ഷേണൈസിൽ കണ്ടു, ഫോറം മാളിൽ PVR കണ്ടു. ആ കോൺഫിഡൻസിൽ പറയുകയാണ് ഇവരെല്ലാവരും ഞങ്ങൾ ഒപ്പം വരുന്ന ഓഡിയൻസ്. നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാറില്ല. ഒന്ന് ചിരിക്കടാ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നമുക്ക് എത്ര പേര് പറ്റും? എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് നിങ്ങളറിയാണ്ട് തന്നെയാണ്. ആ ഒരു വികാരം മനസ്സിലാക്കിയതിന്റെ കോൺഫിഡൻസിൽ പറയുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം. ഇത് ഗ്യാരണ്ടിയാണ്, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഈ ടീമിന്റെ ഗ്യാരണ്ടിയാണ്. ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട്, ഇപ്പൊ കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് വന്നു, അവിടുത്തെ വീഡിയോസ് വന്നു, ആൾക്കാരെ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിൻ്റെ. അപ്പൊ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല, നമ്മളൊരു കലാപ്രവർത്തനമാണ്. ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കലയെ വിമർശിക്കാം, കലാകാരനെ വിമർശിക്കാം. പക്ഷെ കലയില് ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ UNA ആണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ, 16+ ആണ്. ഇപ്പം ജീവ പറഞ്ഞ പോലെ ഇതിനകത്ത് വേപ്പിംഗ് ഉണ്ട്, കുടിക്കുന്നത്. ഇപ്പൊ പ്രേമത്തിലുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് കുടിക്കുന്നു, ഭയങ്കരമായിട്ട് കുടിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നു. അത് ആ ബാച്ചിലേഴ്സ് ലൈഫിൽ എല്ലാ ബാച്ചിലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, ആ പെർട്ടിക്കുലർ ഗ്യാങ്ങിലുള്ള ആൾക്കാരത് ചെയ്തു എന്നുള്ളതാണ്. 16+ ആയിട്ടുള്ള ഒരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത്. അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കയറ്റുക, എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറേണ്ടത്. ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ്. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം, ഇത് ഞങ്ങളൊരു തെറ്റ് ചെയ്തില്ല, നമ്മളെ വെറുതെ വിമർശിക്കരുത്. കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുക. ഇനി പ്രൊഡ്യൂസർ പറയട്ടെ ബാക്കി. എനിക്ക് കുറെ പറയാൻ നിന്ന് ഞാൻ കുറെ പറഞ്ഞോണ്ടിരിക്കും. ഇതൊരു എന്താ പറയാ, ബിപിൻ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം വനിതാ വിനീതിയിലെ സിനിമ കണ്ടു. അപ്പൊ എല്ലാവരും ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ക്രൂരുള്ള ആൾക്കാരായതുകൊണ്ടാണ് എല്ലാവരും ചിരിക്കണേന്ന്. ഇല്ല, നമ്മൾ 16+. അക്രോസ് കേരള ഇപ്പം എല്ലാ തിയേറ്ററിനും നമുക്ക് ഈ സെയിം റെസ്പോൺസ് തന്നെയാണ് വരുന്നത്. അപ്പോ ശബരീഷ് പറഞ്ഞത് ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിനകത്ത്
ചിരി ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു സാധനം നാല് പേരിലെടുത്ത് കൂടുതൽ എത്തണം, എന്നാലേ നമുക്ക് തിയേറ്ററിലോട്ടേക്ക് ആൾക്കാർ വരുള്ളൂ. അപ്പൊ അതിനാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിനകത്ത് മെയിനായിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആരും ചിരിക്കാണ്ട് പോവില്ല, അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഹായ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഈ കുറച്ച് ടൈം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് എല്ലാ മീഡിയനോടും നന്ദി. ഇവിടെ പറയാനുള്ളത്, നമ്മൾ സിനിമ റിലീസ് ആവുന്നതിന് പ്രിവ്യൂ ഒക്കെ കാണുന്നതിന് മുന്നേ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്തിരുന്നു, ഒരുപാട് കോളേജസിൽ പോയിരുന്നു. അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത്, നിങ്ങൾ സിനിമ കാണും, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ്. അല്ലാതെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളി പടമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഈ കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ്. കാരണം നമ്മളൊരു സിനിമ കാണാതെ അതിന്റെ അഭിപ്രായം പറയുക എന്നുള്ളത് ഈ സിനിമ കാണാതെ അതിന്റെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ കണ്ട് ബോധ്യമായി, ഇത് തിയേറ്റേഴ്സിൽ വർക്കായി, ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം, നിങ്ങളുടെ പൈസ പോവില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു പടമായിരിക്കും എന്നുള്ളത്. സോ ആ കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് ഇപ്പോഴും ഞാനും എൻ്റെ ക്രൂവും എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ഇനിയും നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട്. കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് ഇപ്പോഴും ഓഡിയൻസ് അറിയാറുള്ളത്. നമ്മുടെ ഒരു സിനിമ ഈ പറയുന്ന പോലെ ഒരു വലിയ ലാർജ് സ്കെയിൽ ഒരു അനൗൺസ്മെന്റോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഓണമൂഡ് സോങ് ആയിരുന്നു, അതാണ് എല്ലാവരിലേക്ക് എത്തിയത്. സോ അതുപോലെ സിനിമയും ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴും ഓഡിയൻസ് അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയുന്നുണ്ട്. സോ അത് ഇനിയും എത്തണം. ഇപ്പോഴും നമ്മുടെ സിനിമ നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നതിന് താങ്ക് യു. സാഹസം ആക്ച്വലി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയത്. ജീവ പറഞ്ഞ പോലെ OTT-യിൽ വരും, അപ്പം കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പലവർക്കും ഉണ്ടാവും. അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യൂല. അതൊരു ഫാക്റ്റാണ്. ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം. ആൽബി ചേട്ടൻ്റെ ക്യാമറ വർക്ക്, ബിപിൻ അശോകിൻ്റെ മ്യൂസിക്, കിരണിൻ്റെ എഡിറ്റിംഗ്, ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പാരലായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ, കിയോട്ടിക് ആയിട്ടൊരു എൻ്റർടൈനറാണ് ഞങ്ങൾ സാഹസത്തിൽ ഞങ്ങൾ എന്താ പറയുക, ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച റെസ്പോൺസ് ഉണ്ട്, എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റ്സും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിൻ്റെ കൂടെ തീർന്ന ഷോവും, സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കയ്യടിയൊന്നും കിട്ടാത്തൊരു ഷോ ആണ്. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ്. ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ്. പക്ഷെ അവർ തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എൻ്റർടൈനറാണ്. കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഇതിൻ്റെ ഏത് മൂഡ് സോങ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു. ആ പാട്ടിന് വേണ്ടി പലവരും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ. സോ ഞങ്ങളൊരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രമാണ്. ബിപിൻ അശോകിൻ്റെ ഒരു എൻ്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട്. പക്ഷേ അതിനെയും മറികടന്ന് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം. താങ്ക് യു. ഹലോ,
ഇവരെല്ലാവരും പറഞ്ഞതിൻ്റെ കൂടെ ചേർക്കാൻ തന്നെ ഞാൻ ആദ്യത്തെ ഷോ ഇറങ്ങിയപ്പോൾ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മളെ ഒരു 10-55 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ ഷെയ്ക്കാൻ്റെ വന്നിട്ട് അവിടെ കലക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയിൽ അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്റ്റ് ആവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്, എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്, ഇത് ഇനിയും കൂടുതലിടത്തോട്ട് എത്തേണ്ട ഉണ്ടെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. എത്തട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ഈ പടം ബിപിൻ ചേട്ടൻ നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഈ പടം എത്രത്തോളം ഒരു റൂമിൽ അടച്ചിടുന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ട വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഈ പടം ബിപിൻ ചേട്ടൻ ഇറക്കിക്കുന്നത് തിയേറ്ററിൽ വർക്കാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് പറയുന്നത്, ആൾക്കാർ ചിരിക്കുന്നുണ്ട്. ഒരു ക്രൗഡായിട്ട് വന്നിരുന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി പടമൊന്നും നമ്മൾ ഇതുവരെ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പടത്തിന് പോരായ്മകളുണ്ട്, വളരെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് വിശ്വസിക്കുന്നു. പോരായ്മകളെല്ലാം കമൻസിലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ ആയിപ്പോയി, അത് ശരിയാക്കണം അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആസ് എ ഹോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ഭയങ്കരമായിട്ട് ചിരിക്കാനും ഒക്കെ പറ്റിയൊരു പടമാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കണ്ടാൽ അത് വർക്കാവും. നിങ്ങൾക്ക് ഒരു ഫൺ മൈൻഡിൽ ചിരിച്ച് ഉല്ലസിച്ച് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ആദ്യം നമ്മുടെ റിവ്യൂ ഷോ കണ്ടപ്പോൾ നമ്മൾ കുറേ ടെൻഷൻ അടിച്ചായിരുന്നു റിവ്യൂ ഷോ കണ്ടത്, ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളത്. വനിതയിൽ പക്ഷേ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ആൾക്കാർ ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കോമഡിക്ക് ആൾക്കാർ ചിരിക്കും എന്നുള്ളൊരു സാധനം വന്നതിന് ശേഷം ഇപ്പം കോൺഫിഡൻസോടെ പറയാം, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. കാരണം നമ്മൾ ഓരോ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കണ്ടതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ കാണും, കണ്ട് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനത്തെ ഒരു പടമാണ്. താങ്ക് യു. ഇവിടെ ചെറിയൊരു കറക്ഷൻ പറഞ്ഞോട്ടെ. UA 13+ ആണ് സെൻസർ. അപ്പോൾ നേരത്തെ 16+ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. UA 13+ ആണ് സെൻസർ. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പം ഇവർ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഒരുപാട് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരുപാട് എന്താ പറയുക ഇൻഡസ്ട്രിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ എൻ്റർടൈൻഡ് ആവുന്ന ഉറപ്പുള്ളൊരു പ്രോഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണോ വിചാരിച്ചത് അത് കിട്ടും എന്നും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇതൊരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എന്നെ നിങ്ങൾ ചോദിക്കുമോ, ഞങ്ങൾ പറയാം. 21 ഗ്രാംസ് പോലത്തെ മലയാളത്തിൽ ബെഞ്ച് മാർക്ക് ചെയ്ത ക്ലൈമാക്സ് ഇഷ്ടമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഫിലിം ചെയ്തതിന് ശേഷം ഈ ഫിലിമിലേക്ക് ഇതൊരു അത് തന്നെ ജോണർ ഭയങ്കര വ്യത്യാസമാണ്. ഇത്ര താരതമ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അതിന് ഒരു ചലഞ്ചായിട്ട് വന്നത് അത് തന്നെ ഒരു ചലഞ്ചാണ്. 21 ഗ്രാംസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ വളരെ പ്രത്യേകിച്ച് വലിയ പരിചയങ്ങളും കോൺടാക്ട്സും ഒന്നും ഇല്ലാതെ വന്ന് ചെയ്ത സിനിമയാണ് 21 ഗ്രാംസ്. ഇതേപോലെ തന്നെയായിരുന്നു ആദ്യത്തെ 2-3 ദിവസം വളരെ വളരെ ലൈറ്റായിട്ട് തുടങ്ങി. പിന്നീട് ആളുകൾ ഏറ്റെടുത്ത് വേർഡ് ഓഫ് മൗത്തിലൂടെ ഭയങ്കര വിജയമായ 50 ഡേയ്സ് ഓടിയ അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയ സിനിമയാണ് 21 ഗ്രാംസ്. വീണ്ടും ഒരു സേഫ് സോൺ സിനിമയായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഒരു ഡാർക്ക് ഫിലിമോ ചെയ്യണ്ട എന്നും നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ്ലി വേറൊരു ജോണർ ട്രൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻഡ് ആവുന്ന ഒരു ഹാപ്പി ചിൽ മൂഡ് കിട്ടുന്ന ഒരു സിനിമ ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചിട്ട് ആ സാഹസത്തിന് ഇറങ്ങിയതാണ്. അപ്പം അതിന് വേണ്ടിയിരുന്നത് അൺലൈക്ക് 21 ഗ്രാംസ് എനിക്കൊരു സെറ്റ് ഓഫ് ആളുകൾ ആവശ്യമുണ്ടായിരുന്നു, ടെക്നിക്കലിയും ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീനും. അതായത് ഒരുപാട് നമ്മളുടെ ഈ പെർട്ടിക്കുലർ ജോണർ മനസ്സിലാക്കി ഈ ഡ്രീമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് ഐ ഗോട്ട് ദീസ് പീപ്പിൾ. ഇവരാണ് സാഹസം ഇന്ന് ഈ കാണുന്ന സാഹസം ആക്കിയത്, അലോങ് വിത്ത് ഐ ടെക്നിക്കൽ ടീം. അവരുള്ളത് കൊണ്ട് അതൊരു വലിയ ചാലഞ്ചല്ല. അല്ലായിരുന്നെങ്കിൽ യെസ് ഒരു ചാലഞ്ചായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇതൊരു സാഹസമല്ല. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവർക്ക് ഏത് സ്ലോട്ടിലാണ് ഇരിക്കുന്നതെന്നും
ആ സ്ലോട്ടിൽ ഇരുന്നുകൊണ്ട് അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണെന്നും അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുള്ളിടത്തോളം അതൊരു സാഹസമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മലയാളികൾക്കില്ലേ അൽത്താഫ് ബ്രോനോ മജു ചേട്ടനൊക്കെ കാണുമ്പോൾ ഒരു ചിരി വരാറുണ്ട്. പൊതുവെ അവർക്ക് പൊതുവെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അത് ഓൾറെഡി ട്രെയിലറിൽ റിവീൽ ചെയ്തതാണ്. പക്ഷെ അത് ട്രെയിലറിൽ റിവീൽ ചെയ്യാതെ തിയേറ്ററിക്കായിട്ട് സർപ്രൈസ് കൊടുക്കാൻ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാതെ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇതുപോലുള്ള റിലേറ്റീവ്ലി എന്താ പറയുക ടോപ്പ് നോച്ച് ആളുകളല്ലാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ആളുകൾക്ക് അറിയണം ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ട്രെയിലർ ഉണ്ട്, അത് നന്നായിട്ടുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഓക്കെ അപ്പം റിലീസിനൊന്നും നമുക്ക് പോകാൻ തോന്നാൻ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് പടത്തിന് വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലായിരുന്നെങ്കിൽ ഓക്കെ ഏതൊരു പുതിയ സിനിമ വരുമ്പോഴും അത് കൊടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അജുവിനെയും അൽത്താഫിനെയും ഒരു സർപ്രൈസ് ഫാക്ടറാക്കി വച്ചേനെ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ ട്രെയിലർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടി ചെയ്തതാണ്. ചേട്ടാ ഇവിടെ സിനിമ ഗംഭീരമായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ ഇറങ്ങുന്ന ഇപ്പോഴത്തെ ഒരു ജെൻസി പടങ്ങൾക്കെല്ലാം ഇപ്പോൾ ക്ലാസിക് സോങ്ങുകളുടെ ഒരു വേറൊരു വേഷം കാണിക്കാറുണ്ട്. ഈ സിനിമയിലും ഇത് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ട്രെൻഡ് ഫോളോ ചെയ്തേക്കാമെന്ന് കരുതിയിട്ടാണോ? അല്ല, ഈ പെർട്ടിക്കുലർ സിനിമയിൽ അത് കണ്ടാൽ മനസ്സിലാവും. അത് ഞങ്ങൾ ആ സീൻ ഡിസൈൻ ചെയ്തത് അങ്ങനെയായിരുന്നു. ബാക്കി ഒരു യൂഷ്വൽ സീൻ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ആ പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അത് ഉറപ്പായിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. വേറെ ഒരു സീനാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇതെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ സീൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതൊരു മ്യൂസിക്കലി കമ്പോസ്ഡ് സീനാണ്. ആ മ്യൂസിക്കിൽ തന്നെ കമ്പോസ് ചെയ്തിട്ട് ആ മ്യൂസിക്കിന്റെ ഓരോ പോർഷൻസ് അതിനു വേണ്ടി റീഡിസൈൻ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ഡയലോഗ് സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് ആദ്യം സീൻ ഉണ്ടാക്കിയിട്ട് ഒരു റീമിക്സിലേക്ക് പോയതല്ല. എനിക്ക് അവിടെ വേണ്ടിയിരുന്നത് ഒരു പഴയ റീകോൾ ആയിരുന്നു. അതുകൊണ്ട് ആ പാട്ട് സെലക്ട് ചെയ്തതാണ്. ഈ നാരായണ ചേട്ടനെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിട്ട് മലയാളികൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നാരായണ ചേട്ടനെ ഈ കാസ്റ്റിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം മലയാളികൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം നാരായണ ചേട്ടൻ്റെ സേഫ് ആണെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ആ ദിവസം പോയി കഥ പറഞ്ഞ് തുടങ്ങി ഒരു 2 സീൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ എന്തോ ഒരു പെർട്ടിക്കുലർ സീൻ ഇങ്ങനെ പുള്ളി മിററിൽ നോക്കിയിട്ട് പുള്ളിയോട് തന്നെ സംസാരിക്കുന്ന ഒരു സീൻ ഇങ്ങനെയാണ് ഇയാളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി അറിയാതെ അത് പുള്ളിയുടെ മുഖത്ത് വന്നു എങ്ങനെ സംസാരിക്കാം പുള്ളിക്കൊക്കെ ഇങ്ങനെ വളയാൻ അപ്പോ സെറ്റ്. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. കഥ കേൾക്കുമ്പോൾ തന്നെ ഒന്നാമത് ഇങ്ങനത്തെ ഒരു ജോണർ വളരെ റയറാണ്. പൊതുവെ മലയാളത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഫീൽ ഗുഡും സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. തമിഴിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര റഫ് ആൻഡ് ടഫും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും. അപ്പോൾ ഇതൊന്നും അല്ലാതെ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണറിൽ ഒന്നാണ് ഹ്യൂമർ. ലവ് സ്റ്റോറിയുടെ പോലെ തന്നെ ഹ്യൂമർ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. അപ്പം അപ്പോഴാണ് ബിപിൻ ഈ ക്യാരക്ടറുമായിട്ട് വരുന്നത്. സോ വളരെ എൻജോയ് ചെയ്തിട്ടും പടം ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ശരി, പടം കാണുമ്പോഴും തിയേറ്ററിൽ പിന്നെ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴും വെരി ഹാപ്പി. വളരെ സന്തോഷം. രാജി നമ്പ്യാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ശരി, താങ്ക് യു. ഈ കൂട്ടത്തിലായിട്ട് സീനിയർ നാരായണ ചേട്ടനാ? ഈ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും സീനിയർ നാരായണ ചേട്ടൻ യങ് ടാലന്റ് ആണ് ഇതിൽ നായകനായിട്ട് ചെയ്തത്. അപ്പൊ റംസാൻ അഡ്വൈസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? ഞാനോ? റംസാൻ ഒന്നാമത് ഇതിന് മുമ്പ് തന്നെ 2-3 സിനിമകൾ ചെയ്തു. മെയിൻ ലീഡായിട്ട് ഇപ്പോഴൊരു സിനിമയാണ് റംസാൻ്റെ പാർട്ട് വളരെ മനോഹരമായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും തന്നെ. സോ റംസാൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസം റംസാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല, കാരണം എന്തെങ്കിലും ഒന്ന് സജഷൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെ നമുക്ക് പോരാന്ന് തോന്നട്ടെ. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായി ചെയ്തു റംസാനും. പിന്നെ ഓഫ്കോഴ്സ് റംസാനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറും പിന്നെ ഇതിലെ റൈറ്റിങ്ങിൻ്റെ ക്യാരക്ടറും. സോ റംസാൻ വാസ് വെരി ഗുഡ്.